Hello all. Welcome to News in 360 Degree by Civils360 IAS Academy. ദീപാവലിക്ക് ശേഷം 99 സിറ്റീസില് എയർ പൊല്യൂഷനിൽ സ്പൈക്ക് റെക്കോർഡായി എന്നുള്ളതാണ് ആദ്യത്തെ ന്യൂസ്. അതിന് ഫോളോ അപ്പ് ആയിട്ട് റിലേറ്റഡ് ആയിട്ട് മറ്റൊരു ന്യൂസും വന്നിട്ടുണ്ട്. ഡൽഹിയില് ദീപാവലിക്ക് ശേഷം എയർ പൊല്യൂഷൻ ഭയങ്കര സിവിയർ ആയിട്ട് കൂടാത്തതിന് കാരണം വിൻഡിന്റെ എഫക്റ്റ് ആണ്. വിൻഡ് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ പൊല്യൂട്ടൻസിനെ എല്ലാം വിൻഡ് കൊണ്ടുപോയി. അതുകൊണ്ട് സിവിയർ ആയിട്ടൊരു സ്പൈക്ക് ഡൽഹിയിൽ ഉണ്ടായിട്ടില്ല. ഡൽഹിയിലെ എയർ പൊല്യൂഷൻ കുറച്ച് നാളുകളായിട്ട് ഒരു വിന്റർ തുടങ്ങുന്ന സമയം തൊട്ട് ഒരു ഒക്ടോബർ ടൈം തൊട്ട് ആ ട്രാൻസിഷൻ ക്ലൈമറ്റ് മാറുന്ന സമയം തൊട്ടേ സീസൺ മാറുന്ന സമയം തൊട്ടേ ന്യൂസിൽ വരുന്നുണ്ടായിരുന്നു. സോ ഡൽഹി എയർ പൊല്യൂഷൻ സ്പെസിഫിക് ആയിട്ട് ഡൽഹി എയർ പൊല്യൂഷനെ പറ്റിയിട്ട് GS1 2015 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതായത് Mumbai, Kolkata and Delhi are three mega cities of the country, but the air pollution is much more serious problem in Delhi as compared to the other two. Why is this so? അതായത് മുംബൈ, ഡൽഹി, കൊൽക്കത്ത മൂന്ന് മെഗാ സിറ്റികളാണ്. പക്ഷെ ഡൽഹിയിൽ മാത്രമാണ് എയർ പൊല്യൂഷൻ ഭയങ്കര സിവിയർ, മറ്റു രണ്ടിനോട് അപേക്ഷിച്ച് അത്ര സിവിയർ അല്ലാതിരിക്കുക. അപ്പൊ അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു GS1 ചോദിച്ചത്. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ എഴുതാനായിട്ട് ഒന്ന് പ്രധാനമായിട്ടും മുംബൈയുടെയും കൊൽക്കത്തയുടെയും ജോഗ്രഫിക്കൽ ലൊക്കേഷൻ കുറച്ചുകൂടി എന്താണ് സീയുടെ അടുത്താണ്. കോസ്റ്റൽ സിറ്റീസ് ആണ് ഈ മുംബൈയും കൊൽക്കത്തയും. പക്ഷെ ഡൽഹി എന്ന് പറയുന്നത് കോണ്ടിനെന്റൽ ഇന്റീരിയർ ഉള്ള ഒരു സിറ്റിയാണ്. അപ്പോ ഈ വിൻഡിന്റെ ഒരു എഫക്റ്റ് ഉണ്ടാവും. ഈ പൊല്യൂട്ടൻസ് ഈ സീയുടെ എഫക്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട് പൊല്യൂട്ടൻസിന്. പക്ഷെ ഡൽഹിയുടെ കാര്യത്തിൽ അതില്ല. അത് മാത്രമല്ല സ്റ്റബിൾ ബേണിംഗ് ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം സ്പെസിഫിക് ആയിട്ട് മറ്റൊരു പ്രശ്നമുള്ളത് സ്റ്റബിൾ ബേണിംഗ് ആണ്. അതുകൂടാണ്ട് ഡൽഹിയിൽ പലപ്പോഴും പൊല്യൂഷൻ ഉണ്ടാവാനുള്ള ഒരു കാരണം ഈ വേസ്റ്റ് ഡംപ്സ്, ലാൻഡ് ഫിൽസ് ഒക്കെ ഉണ്ടല്ലോ. വേസ്റ്റുകൾ ഡംപ് ചെയ്ത് ഇങ്ങനെ കുമ്പാരം പോലെ ഇരിക്കുന്ന വലിയ വലിയ ലാൻഡ് ഫിൽസിലൊക്കെ പലപ്പോഴും തീ പൊട്ടിപ്പുറപ്പെടാറുണ്ട്. ഡൽഹിയിൽ ഇപ്പം ഘാസിപൂറിലും വേറൊരു സ്ഥലത്തും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു 2022-ലും 2023-ലും ഒക്കെ. അപ്പൊ ഈ പറയുന്ന ലാൻഡ് ഫിൽസ് കാരണവും അവിടെ ഉണ്ടാവുന്ന ഫയർ കാരണവും ഡൽഹിയിലെ എയർ പൊല്യൂഷൻ എക്സാസർബേറ്റ് ആവാറുണ്ട്. അതുകൂടാണ്ട് എന്താണ് ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ, കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റി കാരണം ഉണ്ടാവുക, മിറ്റിഗേഷൻ മെഷേഴ്സിന്റെ ഫെയിലിയേഴ്സ് കാരണവും ഡൽഹിയിലെ എയർ പൊല്യൂഷൻ സ്പെസിഫിക്കലി നമ്മൾ പറയുമ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയാനാണെങ്കിൽ ഇപ്പം ഓഡ് ഓർ ഈവൻ സ്കീം ആം ആദ്മി പാർട്ടി കൊണ്ടുവന്നതായിരുന്നു. ഓഡ് ഓർ ഈവൻ ഈ വെഹിക്കുലർ എമിഷൻസ് കൺട്രോൾ ചെയ്യാനായിട്ട് ഓഡ് ഓർ ഈവൻ സ്കീം കൊണ്ടുവന്നായിരുന്നു. ഒരു ദിവസം ഓഡ് നമ്പർ ഉള്ള വെഹിക്കിൾസ്, ഒരു ദിവസം ഈവൻ നമ്പർ ഉള്ള വെഹിക്കിൾസ്. ഈ പറയുന്ന സ്കീം എല്ലാം ഫെയിലിയേഴ്സ് ആയിരുന്നു. അപ്പൊ ഈ മിറ്റിഗേഷൻ മെഷേഴ്സിന്റെ ഫെയിലിയേഴ്സ്, ഈ റെമഡിയൽ മെഷേഴ്സ് കൊണ്ടുവന്നത് ഇപ്പൊ ഡൽഹിയിൽ സ്മോഗിനെയൊക്കെ വലിച്ചെടുക്കാനായിട്ട് സ്മോഗ് ടവേഴ്സ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും പ്രോപ്പർലി ഫങ്ഷണൽ ആയിരുന്നില്ല. അപ്പൊ ഇതൊക്കെ ഡൽഹി സ്പെസിഫിക് ആയിട്ടുള്ള റീസൺസ് ആയിട്ട് നമുക്ക് എഴുതാവുന്നതാണ്. ഡൽഹി എയർ പൊല്യൂഷൻ ന്യൂസിൽ വന്നതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ഉള്ളതുകൊണ്ട് ആ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ അതിനെപ്പറ്റി അറിഞ്ഞിരിക്കണം. പിന്നെ വന്നത് തിരുവനന്തപുരം സിറ്റി കോർപ്പറേഷൻ UN ഒരു ഗ്ലോബൽ അവാർഡ് വിൻ ചെയ്തു എന്നുള്ളതാണ്. സോ UN ബോഡീസ് കൊടുക്കുന്ന അവാർഡ്സ് ഇന്ത്യയിൽ ഇപ്പൊ കോർപ്പറേഷൻ ആണെങ്കിലും മറ്റേതെങ്കിലും ബോഡിക്ക് റിസീവ് ചെയ്ത് അത് പ്രിൻസ് പെർസ്പെക്റ്റീവില് നമ്മൾ അവെയർ ആയിരിക്കണം. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. UN ബോഡീസ് അവാർഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെ പറ്റി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇത് കിട്ടിയേക്കുന്നതെന്ന് വെച്ചാല് ഗ്ലോബൽ അവാർഡ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇൻ സിറ്റീസ്, ആ ഒരു അവാർഡാണ് കിട്ടിയിരിക്കുന്നത്. അത് UN ഹാബിറ്റാറ്റും ഷാങ്ഹായ് സിറ്റി കോർപ്പറേഷനും തമ്മിൽ കൊളാബറേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു അവാർഡാണ്. ഗ്ലോബൽ അവാർഡ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇൻ സിറ്റീസ്, ഇതിനെ ഷാങ്ഹായ് അവാർഡ് എന്നും പറയാറുണ്ട്. ഇറ്റ്സ് എ ഗ്ലോബൽ ഇനിഷ്യേറ്റീവ് ലെഡ് ബൈ UN ഹാബിറ്റാറ്റ് ആൻഡ് ഷാങ്ഹായ് മുനിസിപ്പാലിറ്റി. 2023-ലായിരുന്നു ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് റിസീവ് ചെയ്യുന്ന ഫസ്റ്റ് ഇന്ത്യൻ സിറ്റി തിരുവനന്തപുരം കോർപ്പറേഷൻ ആണ്. മേയർ ആര്യ രാജേന്ദ്രൻ ഈജിപ്തിൽ പോയി അവാർഡ് റിസീവ് ചെയ്തിട്ടുണ്ട്. സോ സിറ്റീസും മുനിസിപ്പാലിറ്റിയും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതും ന്യൂ അർബൻ അജണ്ട എന്ന് പറയുന്നത് ഈ അർബനൈസേഷനെ കുറച്ചുകൂടി ഇൻക്ലൂസീവ് ആക്കി സസ്റ്റൈനബിൾ ആക്കി ഒരു പോസിറ്റീവ് ഫോഴ്സ് ആയിട്ട് മുന്നോട്ട് നീക്കുന്ന ന്യൂ അർബൻ അജണ്ട ഉണ്ട്. അതും UN ആണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് അതും UN ആണ്. ഇതിലേക്കുള്ള കോൺട്രിബ്യൂഷൻസ് നടത്തുന്ന സിറ്റീസ് അവരെ ഓണർ ചെയ്യുന്ന ഒരു അവാർഡാണ്. ഈ 2030 അജണ്ട എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ആണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ 17 ഉണ്ട്. അതെല്ലാം നമ്മൾ മെയിൻസ് പെർസ്പെക്റ്റീവിൽ അറിഞ്ഞിരിക്കണം. നമ്മുടെ ആൻസേഴ്സിലൊക്കെ യൂസ് ചെയ്യാൻ ഇമ്പോർട്ടന്റ് ആണ്.
സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ 11 എന്ന് പറയുന്നത് സേഫ് സിറ്റീസ് ആൻഡ് കമ്മ്യൂണിറ്റീസ് ആണ്. സേഫ് സിറ്റീസ് ആൻഡ് കമ്മ്യൂണിറ്റീസ്. അപ്പൊ ഇതുപോലത്തെ ഗോൾസിലേക്ക് മീറ്റ് ചെയ്യാനും ഇനിഷ്യേറ്റീവ്സ് എടുത്തതിനാണ് ഈ അവാർഡ് കൊടുക്കുന്നത്. ഈ വർഷം 5 സിറ്റീസിന് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഓസ്ട്രേലിയയിലെ മെൽബൺ ഒക്കെ കിട്ടിയിട്ടുണ്ട്. സോ ട്രിവാൻഡ്രോ അതിന്റെ കൂട്ടത്തിലുണ്ട്. പിന്നെ എന്താണ് UN ഹാബിറ്റാറ്റ്? UN ഹാബിറ്റാറ്റും ഷാങ്ഹായ് കോർപ്പറേഷനും ചേർന്നിട്ടാണ് ഇത് കൊടുക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു ആ അവാർഡ്. UN ഹാബിറ്റാറ്റ് എന്താണെന്നുള്ളതും പ്രിലിംസ് പെർസ്പെക്ടീവിൽ ഇമ്പോർട്ടന്റ് ആണ്. ഈ UN ബോഡീസിനെ പറ്റി ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. UN ഹാബിറ്റാറ്റിനെ പറ്റിയും ചോദിച്ചിട്ടുണ്ട്, PYQസിലുണ്ട്. ഈ UN ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത് യുണൈറ്റഡ് നേഷൻസ് ഹ്യൂമൻ സെറ്റിൽമെന്റ് പ്രോഗ്രാം ആണ്. UN ജനറൽ അസംബ്ലി ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് എൻവയോൺമെന്റലി സസ്റ്റൈനബിൾ ടൗൺസ് ആൻഡ് സിറ്റീസ് ഉണ്ടാക്കാനായിട്ട്. 1978 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇതിന്റെ ഹെഡ് ക്വാർട്ടർ സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത് നെയ്റോബി, കെനിയയിലെ ക്യാപിറ്റലായ നെയ്റോബിയിലാണ്. അവിടുത്തെ UN ഓഫീസിന്റെ അകത്താണ് ഇത് പ്രവർത്തിക്കുന്നത്. എയിം എന്ന് പറയുന്നത് ഫെയർലി എവിഡന്റ്, പ്രൊമോട്ട് urbanization as a positive transformative force for people and communities, reducing inequality, discrimination and poverty. ഇത് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2017 വന്ന ക്വസ്റ്റ്യൻ ആണ്. With reference to the role of UN habitat in the United Nations program working towards a better urban future, which of the following statements is or are correct? UN habitatന്റെ റോള് ചോദിച്ചിട്ടുള്ളതാണ്. 3 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, UN habitat has been mandated by the United Nations General Assembly to promote socially and environmentally sustainable towns and cities to provide adequate shelter for all. Second statement, its partners are either governments or local urban authorities only. Third statement, UN Habitat contributes to the overall objective of United Nations system to reduce poverty and promote access to safe drinking water and basic sanitation. ഇതിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ ഫസ്റ്റ് ആൻഡ് തേർഡ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് ജനറൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. UN Habitat നമ്മളിപ്പോ നേരത്തെ പഠിച്ചു, യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി മാൻഡേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് ടു പ്രൊമോട്ട് socially and environmentally sustainable towns and cities to provide adequate shelter for all. വെരി ജനറൽ സ്റ്റേറ്റ്മെന്റ്. UN ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ അർബനൈസേഷന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് എടുക്കാം. ഓപ്ഷൻസ് നോക്കുമ്പോൾ C 2 and 3 ഉള്ളിൽ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് എലിമിനേറ്റ് ആയി പോകും. തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് UN habitat contributes to overall objective of United Nations system to reduce poverty and promote access to safe drinking water and basic sanitation. ഒരു സിറ്റിയിൽ സേഫ് ഡ്രിങ്കിങ് വാട്ടർ, ബേസിക് സാനിറ്റേഷൻ, ഓവറോൾ പോവർട്ടി റിഡക്ഷൻ, ഇതൊക്കെ എന്തായാലും ഇൻക്ലൂസീവ് ആയിരിക്കും. അതും ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്, ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്, വിച്ച് ഇസ് ഓൾസോ ട്രൂ. അപ്പൊ 1 ഉം 3 ഉം ഉള്ള ഓപ്ഷൻ ആണ്. സോ അപ്പൊ D 1 ഓൺലിയും എലിമിനേറ്റ് ആവും, എയും ബിയും ബാക്കി. 1, 2, 3 ആണോ 1 and 3 ഓൺലി ആണോ എന്നുള്ളതാണ്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ഇറ്റ്സ് പാർട്ട്നേഴ്സ് ആർ ഈദർ ഗവൺമെന്റ്സ് ഓർ ലോക്കൽ urban authorities only. അതായത് UN ഹാബിറ്റാറ്റ് പാർട്ട്ണർ അപ്പ് ചെയ്യുന്നത് ഗവൺമെന്റ് ഏജൻസീസ് ആയിട്ട് മാത്രമാണ്. അതായത് ഒന്നെങ്കിൽ ഗവൺമെന്റ്സ്, നാഷണൽ ഗവൺമെന്റ്സ്, സ്റ്റേറ്റ് ഗവൺമെന്റ്സ്, അതല്ലെങ്കിൽ ലോക്കൽ urban അതോറിറ്റീസ്, നമ്മുടെ കോർപ്പറേഷൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ urban ലോക്കൽ ബോഡീസുമായിട്ട് മാത്രമാണ് UN ഹാബിറ്റാറ്റ് കൊളാബറേറ്റ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റായിരിക്കാനാണ് സാധ്യത കൂടുതൽ. കാരണം ഒരിക്കലും നമുക്ക് സിവിൽ സൊസൈറ്റിയുടെ ഒരു ലാർജ് പാർട്ട്, NGOs അല്ലെങ്കിൽ മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, NGOs പോലെ സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസിനെ ഒഴിവാക്കിക്കൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അത് ഫീസിബിളും അല്ല. അതുകൊണ്ട് ലോക്കൽ urban അതോറിറ്റീസും ഗവൺമെന്റ്സുമായിട്ട് മാത്രമേ കൊളാബറേറ്റ് ചെയ്യുന്നുള്ളൂ, പാർട്ട്ണർ ആക്കുന്നുള്ളൂ എന്നുള്ളത് തെറ്റായ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് ലോജിക്കലി അസ്യൂം ചെയ്യാൻ പറ്റും. സോ B 1 and 3 ഓൺലി ആണ്. 2021 മറ്റൊരു PYQ വന്നിട്ടുണ്ട്, വിച്ച് ഇസ് റിഗാർഡിംഗ് റൈറ്റ് ടു സിറ്റി. റൈറ്റ് ടു സിറ്റിയെ പറ്റിയിട്ട് 3 സ്റ്റേറ്റ്മെന്റ്സ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, റൈറ്റ് ടു സിറ്റി ഇസ് an agreed human right and the UN habitat monitors the commitments made by each country in this regard. Second statement, right to city gives every occupant of the city the right to reclaim public spaces and public participation in the city. Third statement, right to city means that the state cannot deny any public service or facility to the unauthorized colonies in the city. Which of the following statements are correct എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ 3 സ്റ്റേറ്റ്മെന്റ്സ് നോക്കിയാൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, റൈറ്റ് ടു സിറ്റി is an agreed human right and the UN habitat monitors the commitments made by each country in this regard.
ഈ റൈറ്റ് ടു സിറ്റി എന്ന് പറയുന്നത് കുറച്ചുകൂടി ആസ്പിറേഷണൽ ആയിട്ടുള്ള റൈറ്റ് ആണ്, നമ്മൾ അസ്പയർ ചെയ്യുന്ന ഒരു റൈറ്റ് ആണ്. പക്ഷെ ഒരു ബേസിക് ഹ്യൂമൻ റൈറ്റ് ആയിട്ട് അതിനെ ലീഗലി ബൈൻഡിങ് കമ്മിറ്റ്മെന്റ്സ് ഒക്കെ വെച്ചിട്ട് മോണിറ്റർ ചെയ്യപ്പെടുന്നൊന്നുമില്ല. ആ ഒരു ലെവലിലേക്ക് റൈറ്റ് ടു സിറ്റി ഒരു ഹ്യൂമൻ റൈറ്റ് അല്ല, അതിന് കമ്മിറ്റ്മെന്റ്സ് മോണിറ്റർ ചെയ്യുന്നുമില്ല UN ഹാബിറ്റാറ്റ്. സോ ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇസ് റോങ്. അത് പോകുമ്പോൾ we are left with two options, 3 only, 2 and 3. So 3 automatically correct ആണെന്ന് നമുക്ക് മനസ്സിലാവും. Right to city means that the state cannot deny any public service or facility to the unauthorized colonies in the city. അതായത് റൈറ്റ് ടു സിറ്റിയുടെ കീഴിൽ അൺഓഥറൈസ്ഡ് ആയിട്ടുള്ള കോളനീസ് ലൈക് സ്ലംസ് പോലത്തെ സ്ഥലങ്ങൾക്കൊന്നും പബ്ലിക് സർവീസോ ഫെസിലിറ്റിയോ ഡിനൈ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്, സ്റ്റേറ്റ് ഗവൺമെന്റ് ഡിനൈ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഒരു പറഞ്ഞിട്ടുള്ളത്. അത് ശരിയാണ്. ശരിക്കും എന്താ പറയാ, ഇപ്പൊ അൺഓഥറൈസ്ഡ് ആണെങ്കിൽ കൂടി സ്ലംസിലേക്കുള്ള ബേസിക് ഫെസിലിറ്റീസ്, വാട്ടർ, ഇലക്ട്രിസിറ്റി, നല്ലൊരു എന്താ പറയാ നല്ല ഹൗസിംഗ്, ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യാൻ സ്റ്റേറ്റിന് ബാധ്യതയുണ്ട്. അൺഓഥറൈസ്ഡ് ആണ് എന്നുള്ള പേരിൽ അതൊന്നും കട്ട് ചെയ്യാനോ കൊടുക്കാതിരിക്കാനോ ഡിനൈ ചെയ്യാനോ സ്റ്റേറ്റ് പാടില്ല. സോ ദാറ്റ് ഇസ് ഓൾസോ പാർട്ട് ഓഫ് റൈറ്റ് ടു സിറ്റി. പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. സോ അത് 3 എന്തായാലും കറക്റ്റ് ആണെന്ന് നമുക്ക് എലിമിനേറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവും. Second statement, right to city gives every occupant of the city the right to reclaim public spaces and public participation in the city. അതായത് പബ്ലിക് സ്പേസും പബ്ലിക് പാർട്ടിസിപ്പേഷനും അതിന്റെ അവകാശം റൈറ്റ് ടു സിറ്റിയിൽ ഇൻക്ലൂഡഡ് ആണെന്നുള്ളത് ശരിയാണ്. പബ്ലിക് സ്പേസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാന്നുള്ളതും ഒരു കമ്മ്യൂണിറ്റിയിൽ ഭാഗമാവുന്നുള്ളതും ഇൻക്ലൂസീവ് ആയ ഒരു കമ്മ്യൂണിറ്റി, സസ്റ്റൈനബിൾ ആയിട്ട് കമ്മ്യൂണിറ്റിയുടെ ഐഡിയയുടെ ഭാഗം തന്നെയാണ്. സോ റൈറ്റ് ടു സിറ്റി 2 and 3 രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. 2 and 3 ഓൺലി. നെക്സ്റ്റ് 2021 തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് റീസൺ അസർഷൻ മോഡൽ ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെന്റ് 1 സ്റ്റേറ്റ്മെന്റ് 2 തന്നിട്ട് സ്റ്റേറ്റ്മെന്റ് 2 സ്റ്റേറ്റ്മെന്റ് 1 എക്സ്പ്ലനേഷൻ ആണോ രണ്ടും ശരിയാണോ ആ രീതിക്കുള്ള ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെന്റ് 1, ദി യുണൈറ്റഡ് നേഷൻസ് ക്യാപിറ്റൽ ഡെവലപ്മെന്റ് ഫണ്ട് ആൻഡ് ആർബർ ഡേ ഫൗണ്ടേഷൻ ഹാവ് റീസെന്റ്ലി റെക്കഗ്നൈസ്ഡ് ഹൈദരാബാദ് ആസ് 2020 ട്രീ സിറ്റി ഓഫ് ദ വേൾഡ്. Statement 2, Hyderabad was selected for recognition for a year following its commitment to grow and maintain the urban forests. So ആ വർഷത്തെ കറണ്ട് അഫയേഴ്സ് 2021 പ്രിലിംസിന് മുന്നത്തെ കറണ്ട് അഫയേഴ്സ് നമ്മൾ അവെയർ ആണെങ്കിൽ നമ്മൾ അറിയും എന്താണ് ഹൈദരാബാദിന് ട്രീ സിറ്റി ഓഫ് ദ വേൾഡ് സ്റ്റാറ്റസ് കൊടുത്തിട്ടുണ്ടായിരുന്നു 2020. അപ്പൊ അത് ട്രീ സിറ്റി സ്റ്റാറ്റസ് കൊടുക്കണമെങ്കിൽ എന്താണ്, ഹൈദരാബാദ് വാസ് സെലക്ടഡ് ഫോർ റെക്കഗ്നിഷൻ ഫോർ എ ഇയർ ഫോളോയിങ് ഇറ്റ്സ് കമ്മിറ്റ്മെന്റ് ടു ഗ്രോ ആൻഡ് മെയിൻറ്റെയിൻ urban ഫോറസ്റ്റ്. ട്രീ സിറ്റി അപ്പൊ urban ഫോറസ്റ്റ് ട്രീ വളർത്തുന്നതിന് തന്നെയാണ് കൊടുത്തിട്ടുണ്ടാവുക ട്രീ സിറ്റി എന്നുള്ള സ്റ്റാറ്റസ്. സോ സ്റ്റേറ്റ്മെന്റ് 2 എന്തായാലും കറക്റ്റ് ആവാനാണ് സാധ്യത കൂടുതൽ. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 2 ഇസ് നോട്ട് കറക്റ്റ് എന്നുള്ളത് സി, അത് നമുക്ക് തെറ്റാണെന്ന് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ആ സമയത്തെ കറണ്ട് അഫയേഴ്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അവെയർ ആവേണ്ട ഒരു കാര്യമാണ്. പക്ഷെ അല്ലെങ്കിൽ കൂടി ചെറുതായിട്ടൊരു ലോജിക്കും ഉണ്ട്. യുണൈറ്റഡ് നേഷൻസ് ക്യാപിറ്റൽ ഡെവലപ്മെന്റ് ഫണ്ടും ആർബർ ഡേ ഫൗണ്ടേഷനും ചേർന്ന് കൊടുത്തു എന്നാണ് പറയുന്നത്. യുണൈറ്റഡ് നേഷൻസ് ക്യാപിറ്റൽ ഡെവലപ്മെന്റ് ഫണ്ട്, ക്യാപിറ്റൽ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ക്യാപിറ്റൽ വർദ്ധിപ്പിക്കുക, ഈ ഫൈനാൻസിങ് കൂട്ടുക, എക്കോണമീസിന്റെ ക്യാപിറ്റൽ കേപ്പബിലിറ്റീസ് കൂട്ടാനാണ് ഈ UNCDF ക്യാപിറ്റൽ ഡെവലപ്മെന്റ് ഫണ്ട് ഉള്ളത്. പുവർ എക്കണോമീസിനൊക്കെ ഫൈനാൻസ് ചെയ്യുക, ക്യാപിറ്റൽ ഡെവലപ്പ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഫോസ്റ്റർ ചെയ്ത് കൊടുക്കുക, അതിനാണ് UNCDF ഉള്ളത്. സോ UNCDF ഇത് കൊടുക്കുന്നതിന്റെ സാധ്യത ഒരു ട്രീ സിറ്റി ഓഫ് ദ വേൾഡ് ആയിട്ടൊക്കെ കൊടുക്കാൻ സാധ്യത കുറവാണ്. അങ്ങനത്തെ ഒരു പ്രോജക്ട് ഏറ്റെടുക്കാൻ ഇത് കൊടുത്തിട്ടുള്ളത് ശരിക്കും FAO ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ ആണ്. സോ D, statement 1 is not correct but statement 2 is correct. അതാണ് ഇതിന്റെ ആൻസർ. പിന്നെയുള്ള ഒരു ആർട്ടിക്കിള് നീൽഗിരീസിനെ പറ്റിയിട്ടാണ്. നീൽഗിരി ബയോസ്ഫിയർ റിസർവ്, അവിടുത്തെ ഡൈവേഴ്സിറ്റി, അത് പ്രൊട്ടക്ട് ചെയ്യേണ്ട നെസസിറ്റി, അതിനെയൊക്കെ പറ്റി സംസാരിക്കുന്ന ഒരു ആർട്ടിക്കിൾ ആണ്. സോ ഇതിലൊരു NGO പറ്റി പറയുന്നുണ്ട്, കീസ്റ്റോൺ ഫൗണ്ടേഷൻ. ഇറ്റ് എംപവേഴ്സ് ഇൻഡിജിനസ് ആൻഡ് ലോക്കൽ കമ്മ്യൂണിറ്റീസ് ഫോർ ക്ലൈമറ്റ് റെസിലിയൻസ്. അപ്പൊ ലോക്കൽ കമ്മ്യൂണിറ്റീസിനെ ക്ലൈമറ്റ് റെസിലിയൻസ്, ഈ നമ്മൾ NGOs GS2 പെർസ്പെക്ടീവില് NGOസിനെ പറ്റി പഠിക്കുമ്പോൾ ശരിക്കും ഓരോ ഏരിയയിലും വർക്ക് ചെയ്യുന്ന NGOസിനെ നമ്മൾ ലിസ്റ്റ് ഉണ്ടാക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പൊ പൊളിറ്റിക്കൽ ഇതിൽ വർക്ക് ചെയ്യുന്ന NGOs, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ബേസിസിൽ വർക്ക് ചെയ്യുന്ന NGOs ഏതൊക്കെയാണ്, എൻവയോൺമെന്റൽ NGOs ഏതൊക്കെയാണ്, അത് നമ്മൾ GS2 ആൻസേഴ്സിലൊക്കെ എഴുതാൻ സഹായിക്കും. അപ്പൊ ഇങ്ങനെ എക്സാമ്പിൾ കണ്ടതുകൊണ്ട് ഇൻക്ലൂഡ് ചെയ്തതാണ്. അതുകൂടാണ്ട് നീലഗിരീസിലെ ഒരു ഇൻവേസീവ് സ്പീഷീസിനെ പറ്റി പറയുന്നുണ്ട്. ഈ ഇൻവേസീവ് സ്പീഷീസ് ഒക്കെ നമ്മൾ എൻവയോൺമെന്റിൽ പഠിക്കുന്നതാണ്. സോ ഇങ്ങനെ ഇൻവേസീവ് സ്പീഷീസിന്റെ എക്സാമ്പിൾസ് വരുമ്പോൾ അപ്പൊ നമ്മൾ മനസ്സിലാക്കി പോയാൽ നല്ലതായിരിക്കും. സോ ഇതിൽ പറഞ്ഞിട്ടുള്ള ഇൻവേസീവ് സ്പീഷീസ് ലന്താന കമാരയാണ്. ഇതൊരു ഇൻവേസീവ് സ്പീഷീസ് ആണ്. പ്രിലിംസ് പെർസ്പെക്ടീവിൽ നമ്മൾ അറിയണം. ഇങ്ങനെയുള്ള 2-3 സ്പീഷീസിന്റെ പേര് പറഞ്ഞിട്ട് ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചാൽ അത് ഇൻവേസീവ് സ്പീഷീസ് ആണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. ഇത് നമ്മൾ എൻവയോൺമെന്റിൽ പഠിക്കുന്ന ഒരു സ്പീഷീസ് കൂടിയാണ്. ഇൻവേസീവ് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ
നാച്ചുറലി അവിടെ ഉണ്ടായിരുന്നതല്ല, നേറ്റീവ് സ്പീഷീസ് ആയിരിക്കില്ല, വേറെ എങ്ങനെയോ ഇൻട്രൊഡ്യൂസ് ആയിട്ട് അവിടുത്തെ റിസോഴ്സസ് യൂസ് ചെയ്ത് അവിടുത്തെ ബയോഡൈവേഴ്സിറ്റിയെ ത്രട്ടൺ ചെയ്യുന്ന സ്പീഷീസുകളെയാണ് നമ്മൾ ഇൻവേസീവ് സ്പീഷീസ് എന്ന് പറയുക. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ അക്കേഷ്യ ഒക്കെ ഒരു ഇൻവേസീവ് സ്പീഷീസ് ആയിട്ടാണ് നമ്മൾ പറയുക. അക്കേഷ്യ ഒരു സോഷ്യൽ ഫോറസ്റ്റിന്റെ ഭാഗമായിട്ട് പ്ലാന്റ് ചെയ്തതാണെങ്കിൽ കൂടി അത് ഭയങ്കരമായിട്ട് വാട്ടർ അബ്സോർവ് ചെയ്യുന്നതും ഭയങ്കരമായിട്ട് വളർന്ന് ബയോഡൈവേഴ്സിറ്റിയെ ത്രട്ടൺ ചെയ്യുന്നതും കണ്ടിട്ട് ഇറ്റ്സ് കൺസിഡർഡ് ആൻ ഇൻവേസീവ് സ്പീഷീസ്. അതുപോലെ ലന്താന കമാര ഇറ്റ്സ് എൻ ഇൻവേസീവ് സ്പീഷീസ് ഇൻ നീൽഗിരീസ്. സോ എന്താണ് നീൽഗിരി ബയോസ്ഫിയർ റിസർവ്, എവിടെയാണ്? സോ യുനെസ്കോയുടെ മാൻ ആൻഡ് ബയോസ്ഫിയർ പ്രോഗ്രാമിന്റെ കീഴിൽ വേൾഡ് നെറ്റ്വർക്ക് ഓഫ് ബയോസ്ഫിയർ റിസർവ്സിൽ യുനെസ്കോ ആദ്യമായി ഇന്ത്യയിൽ അംഗീകരിച്ച ബയോസ്ഫിയർ റിസർവ് ആണ് നീൽഗിരി ബയോസ്ഫിയർ റിസർവ്. 2000 നീൽഗിരി ബയോസ്ഫിയർ റിസർവ് ആയിട്ട് യുനെസ്കോ ഡിക്ലെയർ ചെയ്യുന്നത്. വേൾഡ് നെറ്റ്വർക്ക് ഓഫ് ബയോസ്ഫിയർ റിസർവ്സിൽ യുനെസ്കോ ഡിക്ലെയർ ചെയ്യുന്നത്. യുനെസ്കോയുടെ ഒരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് കൂടിയാണ് നീൽഗിരി ബയോസ്ഫിയർ റിസർവ്. 2012 അങ്ങനെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. നീൽഗിരി ബയോസ്ഫിയർ റിസർവ് ശരിക്കും വെസ്റ്റേൺ ഘാട്സിന്റെ ഒരു ഭാഗമാണ്. വെസ്റ്റേൺ ഘാട്സ് നമുക്കറിയാം ഇങ്ങനെ പോവാണ്. കേരള ഉണ്ട്, കർണാടക, ഗോവ, തമിഴ്നാടു, മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഇങ്ങനെ 6 സ്റ്റേറ്റ്സിലോളം വെസ്റ്റേൺ ഘാട്സ് പോകുന്നുണ്ട്. ഇതിൽ 3 സ്റ്റേറ്റ്സുകളായിട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ഒരു ബയോസ്ഫിയർ റിസർവ് ആണ് നീൽഗിരി ബയോസ്ഫിയർ റിസർവ്. കർണാടക, കേരള ആൻഡ് തമിഴ്നാടു, ഈ 3 സ്ഥലങ്ങളിൽ ഉള്ള ഏരിയാസിനെ നമ്മൾ നീൽഗിരി ബയോസ്ഫിയർ റിസർവ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അവിടെയുള്ള മേജർ പീക്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ദൊദ്ദബെട്ട പീക്ക്, പിന്നെ മോയാർ റിവർ, മോയാർ കാവേരിയുടെ ഒരു ട്രിബ്യൂട്ടറി ആണ്. മോയാർ റിവർ കട്ട് ചെയ്യുന്ന ഒരു മോയാർ ഗോർജ് ഒക്കെ ഉണ്ട്, വാട്ടർഫോൾ ഒക്കെ ഉണ്ട് അവിടെ. പിന്നെ പ്രൊട്ടക്റ്റഡ് ഏരിയാസ്, ഈ നീൽഗിരി ബയോസ്ഫിയർ റിസർവിന്റെ കീഴിൽ 3-4 പ്രൊട്ടക്റ്റഡ് ഏരിയാസ് വരുന്നുണ്ട്. മുതുമലൈ വൈൽഡ് ലൈഫ് സാങ്ച്വറി, വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറി, ബന്ദിപ്പൂർ നാഷണൽ പാർക്ക്, സൈലന്റ് വാലി നാഷണൽ പാർക്ക്, ഇതെല്ലാം നീൽഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. വയനാട്, ബന്ദിപ്പൂർ, മുതുമലൈ, മുക്കുർത്തി, സൈലന്റ് വാലി, ഇതെല്ലാം നീൽഗിരിയുടെ ഭാഗമാണ്. നീൽഗിരി ബയോസ്ഫിയർ റിസർവിലെ ഫ്ലോറ ആൻഡ് ഫോണയെ പറ്റി പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 3300 സ്പീഷീസ് ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഉണ്ട്. അതില് 132 എന്ന് പറയുന്നത് എൻഡമിക് ആണ്. എൻഡമിക് എന്ന് പറയുമ്പോൾ അവിടെ മാത്രമേ കാണുള്ളൂ, മറ്റൊരിടത്തും കാണില്ല. അങ്ങനത്തെ സ്പീഷീസിനെയാണ് എൻഡമിക് സ്പീഷീസ് എന്ന് പറയുക. അതിനൊരു ഉദാഹരണം ബീലപ്പിസ് നെർവോസ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ്. ഇത് ഇരുള ട്രൈബ്സ് ഉപയോഗിക്കാറുണ്ട്, ഒരു മെഡിസിനൽ പ്ലാന്റ് എന്ന രീതിക്ക് ഇരുള ട്രൈബ്സ് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഈ പ്ലാന്റ്, ഇങ്ങനത്തെ സ്പീഷീസ് വന്നിട്ട് ഇത് എവിടത്തെ എൻഡമിക് സ്പീഷീസ് ആണെന്ന് ചോദിച്ചാൽ അധികം വെസ്റ്റേൺ ഘാട്സിൽ ഒരുപാട് എൻഡമിക് സ്പീഷീസ് ഉണ്ട്. സോ ഇത് വെസ്റ്റേൺ ഘാട്സിൽ തന്നെ ഉള്ളതാണ്, നീൽഗിരിയിലാണ് ഉള്ളത്. പിന്നെ ഫോണ ആനിമൽസിന്റെ കാര്യം പറയുകയാണെങ്കിൽ പ്രധാനമായിട്ടും 2 എൻഡേഞ്ചേർഡ് സ്പീഷീസിന്റെ ലാർജസ്റ്റ് പോപ്പുലേഷൻ കാണുന്നത് നീൽഗിരി ബയോസ്ഫിയർ റിസർവിലാണ്. നീൽഗിരി താർ, വരയാട്, ലൈൻ ടെയിൽ മക്കാക്ക്, സിംഹവാലൻ കുരങ്ങ്, ഇത് രണ്ടും ഉള്ളത് നീൽഗിരി ബയോസ്ഫിയർ റിസർവിലാണ്, ഇതിന്റെ ലാർജസ്റ്റ് പോപ്പുലേഷൻ. അതുകൂടാണ്ട് ട്രൈബ്സ്, ഈ നീൽഗിരിയിലുള്ള ട്രൈബ്സ് ഇരുളാസ്, തോഡാസ്, കുറുംബാസ്, പണിയാസ്, ഇവരൊക്കെയാണ്. പിന്നെ നീൽഗിരി ബയോസ്ഫിയർ റിസർവിന് ആ പേര് വരാൻ കാരണം എന്ന് പറയുന്നത് നീലക്കുറിഞ്ഞി പൂക്കുന്നത് കൊണ്ട്, നീലക്കുറിഞ്ഞി പൂക്കുന്നത് കൊണ്ടാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. പിന്നെ യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, UNFCCCയുടെ കോൺഫറൻസ് ഓഫ് പാർട്ടീസ് ആനുവൽ മീറ്റിംഗ് ആണ്. അതിന് നമ്മൾ കോൺഫറൻസ് ഓഫ് പാർട്ടീസ് COP എന്നാണ് പറയുക. 29ാമത്തെ ആനുവൽ മീറ്റിംഗ് വരെയാണ്, COP 29 വരെയാണ്. ഇറ്റ്സ് ഗോയിങ് ടു ടേക്ക് പ്ലേസ് ഇൻ അസർബൈജാൻ. അസർബൈജാന്റെ ക്യാപിറ്റലായ ബാക്കൂലാണ് അത് നടക്കാൻ പോകുന്നത്. അപ്പൊ അതിന്റെ കോണ്ടെക്സ്റ്റിൽ മീഥേൻ എമിഷൻസിന്റെ കാര്യത്തിലും ഇന്ത്യ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ ആണ്. COP 29 ബാക്കൂലാണ് നടക്കാൻ പോകുന്നത്. ഇതിനെ ഫൈനാൻസ് COP, ഇപ്പൊ ഈ നടക്കാൻ പോകുന്ന COP 29 ഫൈനാൻസ് COP എന്നുകൂടി വിളിക്കുന്നുണ്ട്. അതിന് കാരണം ക്ലൈമറ്റ് ഫൈനാൻസിങ്, ഈ ക്ലൈമറ്റ് ചേഞ്ചിനെ തടുക്കാനുള്ള ഫൈനാൻസസ് സെറ്റപ്പ് ചെയ്യുന്നതിന് ഒരു പുതിയ ന്യൂ കളക്റ്റീവ് ക്വാണ്ടിഫൈഡ് ഗോൾ ഓർ NCQJ അത് സെറ്റപ്പ് ചെയ്യാൻ ഈ COP-യിൽ പ്ലാൻ ഉണ്ട്. അതുകൂടാണ്ട് അസർബൈജാൻ ആണല്ലോ ഹോസ്റ്റ്. അപ്പൊ അസർബൈജാൻ ഒരു ആക്ഷൻ അജണ്ട, അസർബൈജാൻ മുന്നോട്ട് വയ്ക്കുന്ന അജണ്ട ഒന്ന് ബാറ്ററി സ്റ്റോറേജ് കപ്പാസിറ്റി 6-fold ആയിട്ട് ഇൻക്രീസ് ചെയ്യുക, ഇലക്ട്രിസിറ്റി നെറ്റ്വർക്ക്സ് എക്സ്പാൻഡ് ചെയ്യുക, മീഥേൻ എമിഷൻസ് ഓർഗാനിക് വേസ്റ്റുകളിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന മീഥേൻ എമിഷൻസ് കട്ട് ചെയ്യുക, ഇങ്ങനെ ഒരു ആക്ഷൻ അജണ്ട. ഇത് മാത്രമല്ല കുറച്ചുകൂടി ഉണ്ട്.
അത് COPയുടെ നടക്കുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ന്യൂസിൽ വരും. മീഥേൻ എമിഷൻസ്. മീഥേൻ എമിഷൻസ് എന്ന് പറയുന്നത് പ്രീ ഇൻഡസ്ട്രിയൽ എറ തൊട്ട് 19th സെഞ്ചുറി തൊട്ട് 30% ഗ്ലോബൽ വാർമിങ്ങിന് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് മീഥേൻ എമിഷൻസ്. മീഥേൻ നമുക്കറിയാം CH4. ഒരു 100 വർഷ കാലയളവില് ഒരു 100 ഇയർ ടൈം സ്കെയിൽ എടുക്കുകയാണെങ്കിൽ ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാക്കാനുള്ള പൊട്ടൻഷ്യൽ മീഥേന് കാർബൺ ഡയോക്സൈഡിനെ കാട്ടിലും 28 മടങ്ങാണുള്ളത്. 28 ടൈംസ് കാർബൺ ഡയോക്സൈഡിനെ കാട്ടിലും ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഗ്യാസ് ആണ് മീഥേൻ. ഒരു 100 ഇയർ ടൈം സ്കെയിൽ എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മീഥേൻ എമിഷൻസ് അറ്റ് പ്രസന്റ് വേൾഡിൽ ചൈനയാണ് ഉണ്ടാക്കുന്നത്, ഫോളോഡ് ബൈ US. ആൻഡ് തേർഡ് ലാർജസ്റ്റ് മീഥേൻ എമിറ്റർ എന്ന് പറയുന്നത് ഇന്ത്യയാണ്. സോ ഇന്ത്യ ഫസ്റ്റ് സെക്കൻഡും അല്ല, തേർഡ് ഉണ്ട്. പിന്നെ UNFCCയുടെ ഒരു റിപ്പോർട്ട് ഉണ്ട്, ഇന്ത്യ തേർഡ് ബൈനിയൽ അപ്ഡേറ്റ് റിപ്പോർട്ട്. അതിന് പറയുന്നത് നമ്മൾ 2016 409 മില്യൺ ടൺസ് ഓഫ് CO2 ഇക്വലന്റ് മീഥേൻ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ മീഥേൻ എമിഷൻസിൽ ഏറ്റവും കൂടുതൽ മീഥേൻ എമിഷൻസ് ഉണ്ടാവുന്നത് അഗ്രികൾച്ചർ എന്നാണ്, അഗ്രികൾച്ചർ പ്രാക്ടീസസ് എന്നാണ്. 74% അഗ്രികൾച്ചർ പ്രാക്ടീസസ് മൂലം മീഥേൻ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. വേസ്റ്റ് ഡംപിംഗ് കാരണം മീഥേൻ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് 14%. അതിനൊരു സ്റ്റാറ്റും ഈ ആർട്ടിക്കിളിൽ പറയുന്നുണ്ട്. ഇപ്പൊ മുംബൈയിലെ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് നമുക്കറിയാം. ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് കാരണമാണ് ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാവുന്നത്. ഈ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസിലെ ഒരു മോർ ദാൻ എ ക്വാർട്ടർ, അതായത് 25%-ത്തിലും കൂടുതൽ മുംബൈ സിറ്റിയിലെ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് ഉണ്ടാവുന്നത് ഈ വേസ്റ്റ് ഡംപ് ചെയ്തിട്ടുള്ള ഡംപ് സൈറ്റ്സ് കാരണമാണ്. പിന്നെ എനർജി പ്രൊഡക്ഷൻ ഒക്കെ കാരണം, എനർജി യൂസേജ് കാരണം മീഥേൻ എമിഷൻസ് ഉണ്ടാവുന്നത് 11%. ഇൻഡസ്ട്രിയൽ പ്രോസസ്സ് കാരണം 1%-മാണ് മീഥേൻ എമിഷൻസ് ഉണ്ടാവുന്നത്. അപ്പൊ ഈ എങ്ങനെയാണ് മീഥേൻ എമിഷൻസ് ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ, മീഥേന് അനേറോബിക് ആയിട്ടുള്ള കണ്ടീഷൻസിലാണ് മീഥേൻ പ്രൊഡക്ഷൻ ഉണ്ടാവുന്നത്. അനേറോബിക് എന്ന് പറയുമ്പോൾ ഓക്സിജൻ ഇല്ലാതിരിക്കുക. ഓക്സിജൻ ഇല്ലാതിരിക്കുമ്പോൾ ഈ മീഥേൻ എമിറ്റ് ചെയ്യുന്ന ചില ബാക്ടീരിയ ത്രൈവ് ചെയ്യും. അപ്പൊ ഈ ഓക്സിജൻ അനേറോബിക് ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ് ശരിക്കും ഈ അഗ്രികൾച്ചർ, നമ്മുടെ ഈ റൈസ് ഫീൽഡ്സ്, പാഡിയൊക്കെ എന്താണ്, വെള്ളം കെട്ടി നിൽക്കുന്ന പാഡി ഫീൽഡ്സ്, അവിടെയൊക്കെ അനറോബിക് കണ്ടീഷൻസ് ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. സോ മീഥേൻ എമിറ്റിംഗ് മൈക്രോബ്സിന് ഗ്രോ ചെയ്യാനുള്ളൊരു സൂട്ടബിൾ സ്ഥലമാണ്. സോ അതുകൊണ്ടാണ് അഗ്രികൾച്ചർ. അത് മാത്രമല്ല, അഗ്രികൾച്ചറിൽ നമ്മൾ ഈ ലൈഫ് സ്റ്റോക്ക് ആനിമൽസിനെ വളർത്തുന്നതും വരും. ഈ ആനിമൽസിനെ വളർത്തുന്നത് ഇപ്പം ഈ കാറ്റിലൊക്കെ മീഥേൻ എമിറ്റ് ചെയ്യാറുണ്ട് ത്രൂ ഫ്ലാറ്റുലൻസ്, ബർപ്പൊക്കെ ചെയ്യുമ്പോൾ, ഏമ്പൊക്കെ വിടുമ്പോൾ, പശുവൊക്കെ ഏമ്പൊക്കെ വിടുമ്പോൾ മീഥേൻ എമിറ്റ് ചെയ്യാറുണ്ട്. സോ ലൈഫ് സ്റ്റോക്ക് ആൻഡ് അഗ്രികൾച്ചർ അങ്ങനെയാണ് ലാർജസ്റ്റ് കോൺട്രിബ്യൂട്ടർ ആവുന്നത്. ഇന്ത്യയിൽ പ്രിഡോമിനന്റ്ലി നമ്മൾ അഗ്രികൾച്ചർ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇത്രയും ശതമാനം വരുന്നത്. 74% മീഥേൻ എമിഷൻസ് അഗ്രികൾച്ചറിന് വരുന്നത്. വേസ്റ്റ് 14%. വേസ്റ്റ് ഡംപ് ചെയ്തിടുമ്പോഴും അനേറോബിക് കണ്ടീഷൻസ് ആണ് വരിക. നമുക്കറിയാം ഈ വലിയ ലാൻഡ് ഫിൽസ്, നേരത്തെ പറഞ്ഞ കാസിപ്പൂർ ലാൻഡ് ഫിൽസ്, വലിയ കൂമ്പാരങ്ങൾ പോലെ, ഒരു കുന്നുകൾ പോലെയാണ് വേസ്റ്റ് ഈ ഡൽഹിയിലെ പല NCR റീജിയൻസിലും ഒക്കെ ഡംപ് ചെയ്തിട്ടുള്ളത്. അങ്ങനത്തെ അൺപ്രോസസ്ഡ് ആയിട്ടുള്ള അൺസാനിറ്ററി ലാൻഡ് ഫിൽസ് ഒക്കെ കാരണമാവാറുണ്ട് മീഥേൻ എമിഷൻസിന്റെ. പിന്നെ എനർജിയും ഇൻഡസ്ട്രിയൽ പ്രോസസ്സും. പിന്നെ മീഥേന്റെ വേറൊരു ഇമ്പാക്ട് എന്ന് പറയുന്നത് ഈ പറഞ്ഞ തൊട്ട് എയർ പൊല്യൂഷൻ ആണ്. ഇതിനൊരു എക്സാമ്പിൾ പറയുന്നത് ഹൽസ്വ എന്ന് പറയുന്ന ഡൽഹിയിലെ ഒരു ലാൻഡ് ഫിൽ ഉണ്ട്. അവിടെ 2022 2 ആഴ്ചയോളം ഈ വേസ്റ്റ് നിന്ന് കത്തി. ആൻഡ് അത് particulate matter ലെവൽസ്, എയർ പൊല്യൂഷന് കാരണമായി particulate മാറ്ററിനെ 30 to 70% വരെ നിയർ ബൈ ഏരിയാസിൽ കൂട്ടിയിട്ടുണ്ട്. സോ മീഥേന്റെ ഒരു സൈഡ് എഫക്ട്, മീഥേൻ എന്ന് പറയുന്നത് ഇൻഫ്ലേമബിൾ ആയിട്ടുള്ള ഒരു ഗ്യാസ് ആണ്, പെട്ടെന്ന് തീ കത്തുകയും ചെയ്യും. സോ ദാറ്റ് ഇസ് അഗൈൻ അനദർ ഇൻഡയറക്ട് ഇമ്പാക്ട് ഓഫ് മീഥേൻ, ഗ്ലോബൽ വാർമിംഗ് അല്ലാണ്ട്. പിന്നെ ഇന്ത്യയുടെ ഇനിഷ്യേറ്റീവ്സ് എന്തൊക്കെയാണ് മീഥേൻ എമിഷൻസ് കട്ട് ചെയ്യാനായിട്ട്? ഒന്ന്, ഒരു സ്കീം ഉണ്ട്, ഗോബർ ധൻ സ്കീം. ഗോബർ എന്ന് ഹിന്ദിയിൽ പറയുന്നത് ചാണകത്തിനെയാണ്. ഗോബർ ധൻ, ചാണകത്തിൽ നിന്ന് ധൻ, എന്തോ നല്ലത് ഉണ്ടാക്കിയെടുക്കുന്നു. സോ അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഗാൽവനൈസിംഗ് ഓർഗാനിക് ബയോ അഗ്രോ റിസോഴ്സസ് ധൻ സ്കീം. ദാറ്റ് ഇസ് ഗോബർ ധൻ സ്കീം. ഇത് നമ്മുടെ ഈ വില്ലേജസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്കീമാണ്. ഈ ചാണകമൊക്കെ അല്ലെങ്കിൽ ഈ പറയുന്ന ബയോ വേസ്റ്റിനെയൊക്കെ ബയോഗ്യാസ് ഒക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു സ്കീമാണ്. അതിനെ വേസ്റ്റിനെ ക്ലീൻ എനർജി പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ബയോഗ്യാസ് ഒക്കെ ആക്കി മാറ്റി മീഥേൻ എമിഷൻസ് കട്ട് ഡൗൺ ചെയ്യാനുള്ള ഒരു സ്കീമാണ് ഗോബർധൻ സ്കീം. അതുകൂടാതെ നമുക്കൊരു നാഷണൽ മിഷൻ ഫോർ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ ഉണ്ട്. ക്ലൈമറ്റ് റെസിലിയന്റ് പ്രാക്ടീസസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി ഒരു നാഷണൽ മിഷൻ ഫോർ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ ഉണ്ട്. ഇത് റൈസ് കൾട്ടിവേഷനിൽ എങ്ങനെ, നേരത്തെ പറഞ്ഞു പാഡി ഫീൽഡ്സ്, റൈസ് ഫീൽഡ്സിൽ മീഥേൻ, ഈ വാട്ടർ ലോക്ഡ് ആയി കിടക്കുന്ന പാഡി ഫീൽഡ്സിൽ മീഥേൻ എമിഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പൊ അതിനുവേണ്ടി മീഥേൻ റിഡക്ഷൻ ടെക്നിക്സ്, റൈസ് കൾട്ടിവേഷൻ നടത്തുമ്പോൾ മീഥേൻ റിഡക്ഷൻ ടെക്നിക്സ് ഈ നാഷണൽ മിഷൻ ഫോർ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ പ്രൊമോട്ട് ചെയ്യാറുണ്ട്.
അതുപോലെ തന്നെ നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ അഗ്രികൾച്ചറിൽ നേരത്തെ നമ്മൾ പറഞ്ഞു ഈ പൗൾട്രി കാറ്റിൽ ആൻഡ് പൗൾട്രി അതും മീഥേൻ എമിഷൻസിന് കാരണമാവാറുണ്ട്. സോ നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷന്റെ കീഴിൽ ഗ്രീൻ ഫോഡർ പ്രൊഡക്ഷൻ അങ്ങനെ ഈ ലൈഫ് സ്റ്റോക്ക് കാരണം ഉണ്ടാവുന്ന മീഥേൻ എമിഷൻസ് കുറയ്ക്കാനും മെഷേഴ്സ് ഉണ്ട്. പിന്നെ അതുകൂടാണ്ട് ഒരു കേസ് സ്റ്റഡി പോലെ പറഞ്ഞിട്ടുള്ളത് ഇൻഡോർ മധ്യപ്രദേശിലെ സിറ്റിയായ ഇൻഡോറിലെ ഒരു ഇൻഡോർ മോഡൽ പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാല് ഈ ഒരു ബയോമീഥേൻ പ്ലാന്റ് ഉണ്ട് സിറ്റിയിലെ ബസ്സസ് CNG ഒക്കെ ഉപയോഗിക്കുന്ന ബസ്സസ് വേണ്ടിയിട്ട് ഒരു ബയോമീഥേൻ പ്ലാന്റ് ഉണ്ട്. അതുമായിട്ട് ഈ ഓർഗാനിക് വേസ്റ്റ് സോർട്ടിങ്ങിനെ പെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഓർഗാനിക് വേസ്റ്റ് ഈ പറയുന്ന ബയോഫ്യൂൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന രീതിക്ക് ഒരു സിസ്റ്റം ഉണ്ട് ഇൻഡോറിൽ. സോ ഇൻഡോർ മോഡൽ നമുക്ക് എക്സാമ്പിൾ ആയിട്ടൊക്കെ കോട്ട് ചെയ്യാവുന്നതാണ് കേസ് സ്റ്റഡി എന്നുള്ള രീതിക്ക്. പിന്നെ അതുകൂടാണ്ട് ആർട്ടിക്കിൾ പറഞ്ഞിട്ടുള്ള ഒരു ഇന്റർനാഷണൽ ഇനിഷ്യേറ്റീവ് ആണ് ഗ്ലോബൽ മീഥേൻ പ്ലഡ്ജ്. ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഗ്ലോബൽ മീഥേൻ പ്ലഡ്ജിന്റെ ഭാഗമല്ല ഇന്ത്യ. ഇന്ത്യ ഇസ് നോട്ട് എ പാർട്ട് ഓഫ് ഗ്ലോബൽ മീഥേൻ പ്ലഡ്ജ്. ഇത് COP26 2021 നടന്ന കോൺഫറൻസ് ഓഫ് പാർട്ടീസ് UNFCCയുടെ COP26 ഇത് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് മീഥേൻ എമിഷൻസ് കുറയ്ക്കാൻ. ഈ ഗ്ലോബൽ മീഥേൻ പ്ലഡ്ജ് കൊണ്ടുവന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സും യൂറോപ്യൻ യൂണിയനും ആയിരുന്നു. USA യൂറോപ്യൻ യൂണിയനും ആയിരുന്നു. ഓൾമോസ്റ്റ് 111 കൺട്രീസ് അതിൽ പാർട്ടിസിപ്പൻസ് ആണ്. ആൻഡ് ദീസ് 111 countries are responsible for 45% of human caused methane emissions. അപ്പൊ ഒരു 2020 ഒരു ബേസ് ഇയർ ആക്കി വെച്ചിട്ട് 2020 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു 30% മീഥേൻ എമിഷൻസിൽ റിഡക്ഷൻ കൊണ്ടുവരാനാണ് ഇവർ ശ്രമിക്കുന്നത് ബൈ 2030. ഇന്ത്യ ഇതിന്റെ ഭാഗമല്ല. കാരണം ഈ ഗ്ലോബൽ മീഥേൻ പ്ലഡ്ജ് ഈ മീഥേൻ എമിഷൻസ് കുറയ്ക്കണമെങ്കിൽ എന്താണ് അത് ഇന്ത്യയുടെ അഗ്രികൾച്ചർ പ്രാക്ടീസസിനെ ബാധിക്കും എന്നുള്ളൊരു കൺസേൺ കൊണ്ടാണ് ഇന്ത്യ ഇതിന്റെ ഭാഗമാകാതിരുന്നത്. പിന്നെയുള്ളൊരു ന്യൂസ് മാജി ലഡ്കി ബഹൻ യോജന. മാജി ലഡ്കി ബഹൻ യോജന എന്ന് പറയുന്നത് മഹാരാഷ്ട്ര ഗവൺമെന്റ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസത്തെ ന്യൂസിലും ഉണ്ടായിരുന്നു ഇതുപോലത്തെ ഒരു സ്കീം. എന്താണ് മധ്യപ്രദേശിലും ഒരു ലാഡ്ലി ബഹൻ യോജനയൊക്കെ ഉണ്ട്. അപ്പൊ മാജി ലഡ്കി ബഹൻ യോജന മഹാരാഷ്ട്ര ഗവൺമെന്റ് സ്കീമാണ്. സ്ത്രീകൾക്ക് ക്യാഷ് ഇൻസെന്റീവ്സ് കൊടുക്കുന്ന ഫൈനാൻഷ്യൽ ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ഉള്ള ഒരു സ്കീമാണ്. അപ്പൊ സ്ത്രീകൾക്ക് ഫൈനാൻഷ്യൽ ബെനിഫിറ്റ് ഓഫ് ₹1500 ഡയറക്റ്റ് ആയിട്ട് സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് എത്തിക്കുന്ന ഒരു സ്കീമാണിത്. 21-നും 65-നും പ്രായം ഇടയ്ക്കുള്ള സ്ത്രീകൾ അവരുടെ ആനുവൽ ഫാമിലി ഇൻകം എന്ന് പറയുന്നത് 2.5 lakhനും കുറവാണെങ്കിൽ അവർ ഈ സ്കീമിന് എലിജിബിൾ ആണ്. പിന്നെ അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ബെനിഫിഷ്യറീസ് 2.34 crore ആണ്. വൾണറബിൾ സെക്ഷൻസിന് വേണ്ടിയിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റ്സ് കൊണ്ടുവരുന്ന ഇങ്ങനത്തെ സ്കീംസ് എക്സാം പെർസ്പെക്റ്റീവിൽ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ മാജി ലഡ്കി ബഹൻ യോജന ഇത് ന്യൂസിൽ വരാൻ കാരണം ഇത് ഈ യോജന വന്നതിന് ശേഷം ബാങ്ക്സിൽ എൻറോൾ ചെയ്യണം. ആധാറും ബാങ്ക് അക്കൗണ്ടും ഒക്കെ ലിങ്ക്ഡ് ആയിരിക്കണം. എന്നാൽ മാത്രമേ ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ഒക്കെ നടക്കുള്ളൂ. അപ്പൊ അത് രജിസ്റ്റർ ചെയ്യാൻ പോകുന്ന സമയത്ത് ബാങ്ക് എംപ്ലോയീസിന്റെ പുറത്തുള്ള അറ്റാക്സ് കൂടുന്നു എന്നുള്ള ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇത് ന്യൂസിൽ വന്നിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ ഒരു സ്കീം ഉണ്ട് എന്നുള്ളത് ഓർത്തുവെക്കാം GS2 പെർസ്പെക്റ്റീവില്, സോഷ്യൽ ജസ്റ്റിസ് പെർസ്പെക്റ്റീവില്. പിന്നെ IR റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ്. 19 ഇന്ത്യൻ എന്റിറ്റീസിന് റഷ്യക്ക് ഡ്യുവൽ യൂസ് വെപ്പൺസ് സപ്ലൈ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് US സാങ്ഷൻസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഈ സാങ്ഷൻസ് റിജീം എന്ന് പറയുന്നത് US-ന്റെ ഒരു എന്താ പറയാ ഒരു വെപ്പൺ ആണ്. US പലപ്പോഴും US-ന്റെ പോളിസീസുമായിട്ട് അലൈൻ ചെയ്യാത്ത അല്ലെങ്കിൽ US-ന്റെ അഡ്വേഴ്സറീസുമായിട്ട് ലിങ്ക്ഡ് ആയിട്ട് നിൽക്കുന്നവരുടെ പുറത്ത് സാങ്ഷൻസ് ചുമത്താറുണ്ട്, എക്കണോമിക് സാങ്ഷൻസ്. അപ്പൊ നമ്മുടെ 19 കമ്പനീസിന്റെ പുറത്ത് റഷ്യക്ക് വെപ്പൺസ് സപ്ലൈ ചെയ്യുന്നതിലൊക്കെ ലിങ്ക് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സാങ്ഷൻസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് US. അവർക്ക് ഇനി അവിടെ ഫംഗ്ഷൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇത് എക്സാമ്പിൾ ആയിട്ട് എഴുതാവുന്നതാണ് ഇന്ത്യ US റിലേഷനിലെ ചാലഞ്ചസിന്റെ പെർസ്പെക്റ്റീവില്. പിന്നെ മറ്റൊരു കോൺഫറൻസ് നടക്കുന്നുണ്ട്, ഒരു COP നടക്കുന്നുണ്ട്. അത് UNCBD ആണ്, യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി. UNCBD കോൺഫറൻസ് ഓഫ് പാർട്ടി 16th കോൺഫറൻസ് ഓഫ് പാർട്ടി COP16 ആണ് നടക്കുന്നത്. ഈ റിയോ എർത്ത് സമ്മിറ്റ് ഉണ്ടായിരുന്നു 1992 അന്ന് നിലവിൽ വന്ന 3 ബോഡീസ് ആണ് UNFCCC യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, UNCBD യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി, അതുകൂടാണ്ട് UNCCD കൂടെയുണ്ട്, യുണൈറ്റഡ് നേഷൻ കൺവെൻഷൻ ടു കോംബാറ്റ് ഡെസർട്ടിഫിക്കേഷൻ. ഇത് 3 ആ സമയത്ത് നിലവിൽ വന്നതാണ്. പക്ഷെ ഇതിപ്പോ UNCBD COP16 ആയിട്ടുള്ളൂ. കാരണം ഇത് എവറി 2 years ആണ് മീറ്റ് ചെയ്യുന്നത്. UNFCCC ആനുവലി മീറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ ഇത് ബൈനിയലി ആണ്, എവറി 2 years ആണ് ഇത് മീറ്റ് ചെയ്യാറുള്ളത് ഇവര്. സോ അതിന്റെ കൺവെൻഷൻ
കൊളംബിയയിൽ നടക്കുന്നുണ്ട്. സോ ഇപ്രാവശ്യത്തെ തീം എന്ന് പറയുന്നത് പീസ് വിത്ത് നേച്ചർ ആണ്. കാലി എന്ന് പറയുന്ന CALI കാലി കൊളംബിയയിലാണ് ഈ പറയുന്ന കോൺഫറൻസ് ഈ വർഷം നടക്കുന്നത്. COP16 ഓഫ് UNCBD. എന്താണ് UNCBD? ഇറ്റ്സ് എൻ ഇന്റർനാഷണലി ലീഗലി ബൈൻഡിംഗ് കൺവെൻഷൻ അണ്ടർ യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം. Entered into force 1993. 92 it was opened up for signature. 93 it entered into force. ഇതിന്റെ സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത് മോൺട്രിയാലിലാണ്, കാനഡയിലുള്ള മോൺട്രിയാലിലാണ് ഇതിന്റെ സെക്രട്ടേറിയറ്റ്. 2 വർഷം കൂടുന്തോറുമാണ് ഇതിന്റെ കോൺഫറൻസ് ഓഫ് പാർട്ടീസ് ഉണ്ടാക്കുക. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഒഴികെ ബാക്കി എല്ലാ UN മെമ്പേഴ്സും UNCBDയെ റാറ്റിഫൈ ചെയ്തിട്ടുണ്ട്. സൈൻ ചെയ്താൽ മാത്രം പോരാ, നമ്മൾ അതിനെ അഡോപ്റ്റ് ചെയ്യുമ്പോൾ, ഓരോ നേഷൻസ് അതിനെ അഡോപ്റ്റ് ചെയ്യുമ്പോൾ അവരുടേതായ ലീഗൽ മെക്കാനിസംസ് കൊണ്ടുവന്ന് അതിനെ എൻഫോഴ്സ് ചെയ്യുമ്പോഴാണ് അതിനെ റാറ്റിഫൈ ചെയ്തു എന്ന് പറയുന്നത്. US ഒഴിച്ച് ബാക്കി എല്ലാ UN മെമ്പേഴ്സും ഇതിനെ റാറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ബയോഡൈവേഴ്സിറ്റി കൺസേർവ് ചെയ്യുക, പിന്നെ സസ്റ്റൈനബിൾ യൂസ് ഓഫ് ബയോളജിക്കൽ റിസോഴ്സസ്, പിന്നെ ഫെയർ ആൻഡ് ഇക്വിറ്റബിൾ ഷെയറിംഗ് ഓഫ് ബെനിഫിറ്റ്സ്. ബയോഡൈവേഴ്സിറ്റിയിൽ നിന്ന് ഉണ്ടാവുന്ന ബെനിഫിറ്റ്സിന്റെ ഷെയറിംഗ് ഇക്വിറ്റബിൾ ആയിരിക്കണം, എല്ലാവർക്കും അതിന്റെ മെച്ചം കിട്ടണം എന്നുള്ളത്. സോ ഇത് മൂന്നുമാണ് ഇതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ്. അത്രയേ ഉള്ളൂ ഇന്നത്തെ ന്യൂസ്. താങ്ക് യു.